എന്നാൽ നിങ്ങൾ പ്രിയപ്പെട്ടവരെ കേവലം മതഭക്തിയിലും കേവലം പാരമ്പര്യത്തിലും പൗരോഹിത്യത്തിലും നിന്നുകൊണ്ട് പാപമോചനം നേടാതെയാണ് നിങ്ങൾ പാപിയായിട്ടാണ് അടക്കപ്പെടുന്നതെങ്കിൽ, അത് പുരോഹിതന്മാരായാലും ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നേക്ക് 1000 വർഷം തികയുന്ന ലോകം അവസാനിക്കുമെന്നും അന്ന് പാപിയായിട്ട് അടക്കപ്പെട്ട എല്ലാവരും കല്ലറകളെ വിട്ട് ദഹിപ്പിച്ച ചാരത്തിൽ നിന്ന് വെള്ളത്തിൽ അഴുകി ദ്രവിച്ചു പോയിട്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഇതേ രൂപത്തിൽ എഴുന്നേറ്റുവന്ന് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ന്യായവിധിക്കായിട്ട് നിൽക്കും. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, പിന്നെ അതിനെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന വേറൊരു പുസ്തകവും തുറന്നു. മരിച്ചവർക്ക് ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം ശിക്ഷാവിധി ഉണ്ടായി. നോക്ക് പ്രിയപ്പെട്ടവരെ, അത് ഭയാനകമാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പുതിയ അനുഭവം, അതായത് ഒരു വീണ്ടും ജനനം സംഭവിക്കാതെ മരിക്കുന്നുവെങ്കിൽ അന്ന് അവൻ നമ്മളെ നിത്യമായിരിക്കും നരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞാൽ അന്ന് പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ആർക്കും കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ആർക്കും കഴിയത്തില്ല. അതിന് അവസാനമില്ല. പിന്നെ നമ്മൾ കരഞ്ഞത് കൊണ്ടോ നിലവിളിച്ചത് കൊണ്ടോ നമുക്കൊരു പ്രയോജനമില്ല. ആവട്ടെ നിങ്ങൾ മർത്തോമയോ കത്തോലിക്കയോ ഹിന്ദുവോ ഏതെങ്കിലും ആയിക്കോട്ടെ, യേശുക്രിസ്തു എന്നുള്ള ഏക രക്ഷകനെ ഉള്ളുവെന്നും അവന്റെ രക്തത്തിന് മാത്രമേ പാപമോചനം സാധ്യമാക്കിയുള്ളെന്നും മാനസാന്തരപ്പെട്ടിട്ട് സ്നാനമേറ്റല്ലാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ലെന്നും നിങ്ങളുടെ മുമ്പിൽ അസന്നിഗ്ധമായിട്ട് ഒരിക്കൽ കൂടെ ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുകയാണ്.